ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മീനാക്ഷിയും അതുപോലെ ശ്രീദേവിയും കൂടെ സുകന്യയെ ചോദ്യം ചെയ്യുന്നുണ്ട്. പിന്നെ അപ്പോൾ തന്നെ നമ്മുടെ അനുമോളാകെ ടെൻഷനായി പോയിട്ടുണ്ട് കേട്ടോ. കാരണം കള്ളമാണല്ലോ പറയുന്നത്. മീനു എന്നുള്ള പേര് മാറ്റി നിള എന്നുള്ള പേരാണ് പറഞ്ഞിരിക്കുന്നത്. അതും കൂടെ ആകുമ്പോഴത്തേക്ക് മീനാക്ഷിക്ക് നല്ല സംശയമുണ്ട്. മീനാക്ഷി വീടിന് ചോദിക്കുന്നുണ്ട്, സത്യം പറഞ്ഞാൽ നിങ്ങൾ അവിടെ വെച്ച് പറഞ്ഞത് എന്നോട് മീനു എന്നാണ്, ഇവിടെ വന്നപ്പോൾ എങ്ങനെ നിളയായി? പെട്ടെന്ന് അതെ, അവളുടെ ഒരു ചെല്ലപ്പേരാ അത് ശരി, ചെല്ലപ്പേരാണോ എന്ന് സുകന്യ എടുത്ത് പറയുമ്പോൾ സുകന്യയോട് ചോദിക്കുന്നുണ്ട് മീനാക്ഷി. അങ്ങനെയാണെങ്കിലേ ശ്രീദേവി ഉടനെ ചോദിക്കുകയാണ്, അത് സുകന്യ ചേച്ചിക്ക് ഇവളുടെ കൂട്ടുകാരി നേരത്തെ അറിയോ? എനിക്കറിയാം. അറിയുമോയെന്ന് വെച്ചാൽ അത്രയ്ക്കും അറിയില്ല. ഇപ്പോൾ അവൾ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ശരി, ഉറപ്പാണല്ലോ അല്ലേ? ഉറപ്പാണ്. പിന്നെ എങ്ങനെയാണ് അവളുടെ കൂട്ടുകാരിയുടെ ചെല്ലപ്പേര് ചേച്ചിക്ക് അറിയാവുന്നത് എന്ന് ദേവി ചോദിക്കുക കേട്ടോ. വീണ്ടും അവർ പെട്ടുപോയി. അപ്പോൾ പറയണ്ട, അതേ ഇവളുടെ അവർ ബർത്ത്ഡേക്ക് പോയിട്ട് ആ ഫോട്ടോ കൊണ്ട് എന്നെ കാണിച്ചിരുന്നു. അപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടാണ് ഞാൻ ഓർത്ത് പറഞ്ഞതേ. അപ്പോൾ തന്നെ ഉടനെ ദേവി ആലോചിക്കുകയാണ്, അത് ശരി, അപ്പോൾ ബർത്ത്ഡേ ഫോട്ടോ ഉണ്ടല്ലോ. അപ്പോൾ അനുമോൾ പേടിച്ച് നിൽക്കുക. ഇനി ഫോട്ടോ എങ്ങാനും ചോദിക്കണമെങ്കിൽ ആകെ പെട്ടുപോവില്ലേ? എന്നാലും ദേവി അത് ചോദിച്ചു. ഒരു കാര്യം ചെയ്യും, അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ കൂടെ ഒന്ന് കാണിക്കുക. എന്തിനാ നിങ്ങൾ കാണുന്നത്? പിന്നെ സുകന്യ ചേച്ചിക്ക് കാണാമെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്താ കണ്ടുകൂടെ? അതുമാത്രമല്ല, ഇപ്പോൾ കൂട്ടുകാരികളെന്ന് പറയുമ്പോൾ അനുവിൻ്റെ കൂട്ടുകാരി നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് അങ്ങോട്ട് ഇരുന്നോട്ടെ, ഫോട്ടോ കാണിക്കാൻ മോളെന്ന് പറയാം. അങ്ങനെ മൊബൈൽ തുറന്നിട്ട് ഫോട്ടോ എവിടെ നിന്ന് എടുക്കും? ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് ദേവി പറയാം, അല്ലെങ്കിൽ ഫോൺ നമ്പർ കൊടുക്കുക, വെറുതെ ഒരു ബർത്ത്ഡേ വിഷസ് പറയാമല്ലോ. അയ്യോ, ഫോൺ നമ്പരോ? അതൊന്നും വേണ്ട, പറഞ്ഞു, കുഴപ്പമില്ല. അങ്ങനെ അവസാനം ആ ഫോൺ നമ്പർ കൊടുക്കണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഫോൺ നമ്പർ മാറ്റി കൊടുത്തിരുന്നല്ലോ നമ്മുടെ അലോക്. അപ്പോൾ ആ നമ്പറാണ് കൊടുക്കുന്നത്. അതിൽ മീനാക്ഷി വിളിക്കുകയാണ് കേട്ടോ. വിളിച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറയുകയാണ്. എന്തായാലും മീനാക്ഷി പറ്റിക്കപ്പെട്ടു അവരുടെ മുന്നിൽ. ഇതൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ സുകന്യ അങ്ങ് ചെറുവാൻ വേണ്ടി പോവുക. അപ്പോഴാണ് ഗോമതി ഓടി അങ്ങോട്ട് വരുന്നത് കേട്ടോ. ഗോമതി ചേച്ചി, ഇത് കണ്ടോ? ഇപ്പോൾ ഇവിടെ എല്ലാവരും കൂടെ എന്നെ ഒറ്റപ്പെടുത്തുന്ന പോലെ സംസാരിക്കുന്നത്. എന്തിനാണ് നിങ്ങൾ സുകന്യയോട് ഇങ്ങനെ സംസാരിക്കുന്നത്? ഗോമതി. അപ്പോൾ തന്നെ സുകന്യ പറയാണ്, ഞാനിവരെല്ലാം എൻ്റെ കൂടപ്പറപ്പുകളെ പോലെ അനിയത്തിമാരെ കണ്ടിട്ടുള്ളൂ. പക്ഷെ അവർക്ക് ഇപ്പോഴും എന്നെ കൂട്ടാൻ വലിയ മടിയാണ്. ഞാനിവിടെ വേറിട്ട ഒരാളായിട്ടാണ് നിൽക്കുന്നത്. എന്താടി നീ അങ്ങനെ പറയുന്നത്? അതെന്താന്നോ, അനുമോള് എൻ്റെയും കൂടെ അനിയത്തിയല്ലേ. അവളെ ഞാനൊന്ന് ഷോപ്പിങ്ങിന് കൊണ്ടുപോയി. അതിനാ ഇവിടെ ഇത്രയും ചോദ്യം ചെയ്യൽ. എന്തിനു പോയി, എവിടെ പോയി, ആരുടെയൊക്കെ പോയി, ഇങ്ങനെയൊക്കെ. എനിക്കെന്താ അവളുടെ കാര്യത്തിൽ ഉത്തരവാദിത്തം ഇല്ലെന്നാണോ? അതവർ തമാശ പറഞ്ഞല്ലേ സുകന്യ, നീ ഇനി അത് കാര്യമാക്കണ്ട. അത് ശരി, അപ്പോൾ ഇത്രയും നേരം നമ്മളെവിടെ ഇട്ട് ചോദ്യം ചെയ്തത് തമാശയായിരുന്നു? അവർ വെറുതെ തമാശ പറഞ്ഞതാ. നിങ്ങൾ പോയേ. ശരി, എനിക്ക് നല്ല തലവേദന എടുക്കുന്നു, ഞാനൊന്ന് പോയി ഡ്രസ്സൊക്കെ മാറട്ടെ. നമ്മൾ സുകന്യ പതുക്കെ അവിടെ നിന്ന് പോകട്ടെ. വാ അനുമോളെ, നമുക്ക് പോകാമെന്നും പറഞ്ഞ് അനുവിനെയും കൂട്ടി പോകുന്നുണ്ട്. അപ്പോൾ ഗോമതി ചോദിക്കുന്നുണ്ട്, എന്താ പിള്ളേരെ നിങ്ങൾക്ക്? സുകന്യയുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരുവിധം ഒന്ന് ശരിയായി വരുമായിരുന്നു. ഇനി ഓരോന്ന് കിണ്ടിയും കഴിച്ചും തമാശയും പറഞ്ഞിട്ടേ ഇനി ഈ സ്വഭാവം മാറ്റിക്കരുതേ. അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ഇത്തിരി മതി. തമാശയായിട്ട് എടുക്കാനോ അതിനറിയില്ല, ഉടനെ സീരിയസ് ആയിട്ട് എടുക്കും. സാധാരണ ഈ പരിപാടികൾക്കൊക്കെ മിത്രയാണല്ലോ ഇറങ്ങാറ്. ഇതെന്താ നിങ്ങൾ മിത്രയാണോ നിങ്ങളെ പറഞ്ഞയച്ചത് എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി, അമ്മേ അത് ഞങ്ങൾ പോയേ ഇനി സുകന്യോട് ഇങ്ങനെയൊന്നും കാണിക്കരുതെന്ന് പറയാം കേട്ടോ. താക്കീത് കൊടുത്തിട്ട് പോകുന്നുണ്ട്. പക്ഷേ അവിടെ നിന്ന് ദേവി ചോദിക്കുന്നുണ്ട്, മീനാക്ഷി, ശരിക്കും നീ അവിടെ വെച്ച് അനുമോളെ തന്നെയാണോ കണ്ടത്? ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയതിനൊക്കെ ആൾ മാറിപ്പോയതായിരിക്കുന്നു. മീനാക്ഷി വീണ്ടും അത് ഓർത്തെടുക്കാട്ടോ അനുമോള് ഓടുന്നത്. എന്നിട്ട് മനസ്സിൽ വരും, ഇത് അനുമോള് തന്നെയാണ്, ഇതിലെന്തോ കള്ളത്തരമുണ്ട്, എന്നെ പറ്റിക്കാന്നൊന്നും നോക്കണ്ട, ഞാനിത് കണ്ടുപിടിക്കും എന്നും പറഞ്ഞുകൊണ്ട് മീനാക്ഷി നേരെ സുകന്യയുടെ മുറിയിലേക്ക് പോവാണ്. സുകന്യ അവിടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ നിൽക്കുമ്പോൾ, അതെ സുകന്യ ചേച്ചി, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. വന്നോ നാശം, നിൻ്റെ സംശയങ്ങളൊന്നും ഇതുവരെ തീർന്നില്ലേ? സംശയങ്ങളല്ല, ഇത് വേറൊരു കാര്യമാണ്. എന്താ നിനക്ക് പറയാനുള്ളത്? അല്ല, ഈ വീട്ടിൽ ചില ആൾക്കാരെ ചില കള്ളത്തരം കൊണ്ടങ്ങ് നടക്കുകയാണ്. ആണോ? അതെ, ആ കള്ളത്തരങ്ങൾ നമുക്കങ്ങ് പൊളിച്ചു കൊടുക്കണ്ടേ? അതിൻ്റെ ആവശ്യമുണ്ടോ? ഉണ്ട്. നീ എന്തിനാ നിനക്ക് പുറപ്പെടുന്നേ? അല്ല, നമ്മളെ കുടുംബമല്ലേ, കുടുംബത്തിലെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണ്ടേ? അതിലാരെങ്കിലും ഒരാൾ പരസ്പരം കുത്തിത്തിരിപ്പോ കള്ളത്തരമോ കാണിച്ചാൽ നമുക്കത് സഹിക്കാനാവോ? അതുകൊണ്ട് തന്നെ ആ കള്ളത്തരം ഞാൻ പൊളിച്ചെടുക്കും. നിന്നെക്കൊണ്ടതാവില്ല. അതെന്താ അങ്ങനെ? അല്ല, എതിരെ നിൽക്കുന്ന ആൾ ശക്തരാണെങ്കിലേ അതിനേക്കാളും അപ്പുറത്തെ ബുദ്ധി ഉപയോഗിച്ചിട്ടായിരിക്കും അവർ നിൽക്കുന്നത് എന്നിങ്ങനെ സുകന്യ പറയുകയാണ്. അപ്പം മീനാക്ഷി പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ എത്ര ബുദ്ധി കാണിച്ചാലും ഞാൻ ആ ബുദ്ധിയെല്ലാം മറികടന്ന് കള്ളമാണെങ്കിൽ ഞാനത് കണ്ടുപിടിച്ചിരിക്കും. എന്തൊക്കെയോ ഉടായ്പകൾ ആരൊക്കെയോ കാണിക്കുന്നുണ്ട്, എന്നെ പറ്റിക്കാൻ ആരും നോക്കണ്ട എന്ന് മീനാക്ഷി ഇങ്ങനെ പറയാട്ടോ. അത് ശരിയാ. പക്ഷേ മീനാക്ഷി, നിൻ്റെ ധാരണകളൊക്കെ തെറ്റായി പോവും. നീ ആരെങ്കിലും അങ്ങനെ അവരുടെ
കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിൽ അവരതിനപ്പുറമായിരിക്കും കാണിക്കുന്നത്. എന്തെങ്കിലും ഒരു തീരുമാനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമില്ലാതെ അവരതിലേക്ക് ഇറങ്ങി പുറപ്പെടില്ലല്ലോ. അപ്പോൾ അവരും കരുത്തുള്ളവരായിരിക്കും. അവരെ അങ്ങനെ അങ്ങ് തോൽപ്പിക്കാനൊന്നും പറ്റില്ല മീനാക്ഷി. അപ്പോൾ മീനാക്ഷി പറയാം, അങ്ങനെ എത്ര കരുത്തുള്ളവരായാലും ശരി തന്നെ, ഞാൻ സത്യസന്ധതയുടെ പാതയിലാണ്. അതുകൊണ്ട് ഞാനൊരു എടുത്തുചാട്ടക്കാരിയുമല്ല. ആലോചിച്ചും കണ്ടും തോക്കോ ജയിക്കോ ഇതൊന്നുമല്ല. പക്ഷേ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങിയാലേ കണ്ടുപിടിച്ചിരിക്കും ഈ മീനാക്ഷി. എന്നാൽ പിന്നെ നമുക്ക് നോക്കാം സുകന്യ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് പരസ്പരം വെല്ലുവിളിക്കാൻ കേട്ടോ. മീനാക്ഷി അവിടെ നിന്ന് പുറത്തേക്ക് പോവാണ്. അത് കഴിഞ്ഞിട്ട് നേരെ അപ്പുറത്തേക്ക് കൃഷ്ണമംഗലത്തേക്ക് ഓടിപ്പോകുന്നുണ്ട് സുകന്യ. അവിടെ ചെന്ന് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പറയണ്ട. അപ്പോൾ ഉടനെ തന്നെ പൈസയുടെ കാര്യങ്ങളും ഒക്കെ കൊടുത്തില്ലേ 10 ലക്ഷം രൂപ. അത് കഴിഞ്ഞിട്ട് എന്തായി നമ്മൾ ഗോമതിയെ കൊണ്ട് എഗ്രിമെൻറ്റ് പേപ്പർ മാറ്റി എഴുതാൻ ഒപ്പിടിച്ചോന്ന് ചോദിക്കണം. ചേച്ചി എടുപിടി ചോറും കറിയെന്ന് പറയുമ്പോഴല്ല, അതിനൊക്കെ ഇത്ര സാവകാശം വേണം. അതിന് മുമ്പ് നടക്കേണ്ട ഒരു കാര്യമുണ്ട്. അലോകിൻ്റെ അനുമോളുടെ കല്യാണം. അതിനിപ്പോൾ നടക്കുമോ? പിന്നെ നടക്കാത്തെന്താ, അവർ തമ്മിൽ ഒന്നിക്കും. ഞാനിപ്പോൾ അവർ രണ്ടുപേരും ഒരുമിച്ചിരുത്തി കുറച്ച് സംസാരിപ്പിച്ചിട്ടാണ് വന്നത്. ആണോടി? അതെ, അവളെ ഞാൻ ഷോപ്പിങ്ങിന് പോകണമെന്ന് പറഞ്ഞ് പുറത്തേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് ഞാൻ അലോകിനെ കാണിച്ചു. അങ്ങനെ അവർ സംസാരിച്ചു. അതുകൊണ്ട് ഇനി അവരുടെ ബന്ധം കുറച്ചുകൂടെ നിലനിൽക്കും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവരെ വിവാഹം കഴിപ്പിക്കണം. അതാണ് വേണ്ടത്. അത് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പെട്ടെന്ന് നടക്കുമല്ലോ. പിന്നെ അവിടെ ഒരു പാര വന്നു. ആ സമയത്ത് ആരാ? ആ മീനാക്ഷി. അവൾ ഭയങ്കര പാരയായിട്ട് വന്നേക്കാം. അവൾക്ക് ഭയങ്കര സംശയം. അല്ലെങ്കിലും അവളെ തന്നെയാടി ആ വീട്ടിൽ പേടിക്കേണ്ടത്. കാരണം നമ്മുടെ ലൈസൻസ് ഇന്ന് വരെ അവൾ ശരിയാക്കി തന്നിട്ടില്ല. അവളെ അവിടുന്ന് ഓടിക്കാനുള്ള പരിപാടിയൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. രാജശ്രീ ചേച്ചി സമാധാനമായിട്ടിരിക്കുക. 2-3 കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഒന്നാമത്തേതെന്ന് വെച്ചാൽ അലോകിൻ്റെയും അനിമോളുടെയും കല്യാണം. രണ്ടാമത്തത് മീനാക്ഷി ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കണം. അവിടെ നിന്ന് അതുവരെ ഞാൻ കൊണ്ടെത്തിക്കും. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഗോമതി ചേച്ചിയുടെ കയ്യിൽ നിന്ന് എഗ്രിമെൻറ്റ് പേപ്പർ തിരിച്ചെഴുതി വാങ്ങുക. ഇത് 3 കാര്യങ്ങളും നടത്തിക്കണം. അതാണ് എൻ്റെ ലക്ഷ്യം. സുകന്യേ, നിന്നെ കൊണ്ട് ഇതെല്ലാം പറ്റും. നീ ആളൊരു മിടിക്കുകയാണല്ലോ, എനിക്ക് നന്നായിട്ട് അറിയാം എന്നിങ്ങനെ പറയാട്ടോ രാജശ്രീ. അതൊക്കെ പോട്ടെ, കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ചേച്ചി എനിക്കൊരു 10 ലക്ഷം രൂപ തന്നു, അതൊക്കെ ശരിയാ. പക്ഷേ അതുകൊണ്ടൊന്നും തീരില്ല. എനിക്ക് കുറച്ചുകൂടെ കാശിൻ്റെ ആവശ്യം വരും കേട്ടോ. എന്താണ് നീ ഇങ്ങനെയൊക്കെ പറയണം? ചോദിക്കുമ്പോൾ ഞങ്ങൾ എവിടെ നിന്നിട്ട് പൈസ തരാനാണ് പറഞ്ഞ് രാജശ്രീ ദേഷ്യപ്പെടുക. അത് കേൾക്കുമ്പോൾ സുകന്യയുടെ വിധം അങ്ങോട്ട് മാറി. സുകന്യ പറയണ്ട, അല്ല ചേച്ചി എന്തിനാ ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നത് പോലെ എന്നോട് സംസാരിക്കുന്നത്? നിങ്ങളുടെ ഔദാര്യത്തിനാണോ ഞാൻ ചോദിക്കുന്നത്? ആണോ? ഞാൻ പണിയെടുക്കുന്നതിൻ്റെ കാശാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. പണിയെടുക്കുന്നതിൻ്റെ കാശോ? അപ്പം തന്നെ സുകന്യ വീണ്ടും ദേഷ്യപ്പെട്ട് പറയാം കേട്ടോ. അതെ, പണിയെടുക്കുന്നതിൻ്റെ കാശാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. അതിന് എന്നോടിങ്ങനെ ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നിസ്സാര ജോലിയും കാര്യവും അല്ല ഇത്. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്ന പൈസ എനിക്ക് തന്നേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ രാജശ്രീ വീണ്ടും ആകെപ്പാട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പെട്ടുപോയി ഇങ്ങനെ നിൽക്കുന്ന എപ്പിസോഡ്. ഡീറ്റെയിൽഡ് എപ്പിസോഡ് മതി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.